ഒരു വലിയ ട്രാൻസ്ഫോർമേഷണൽ ഡിസിഷൻ 2020 മാർച്ച് 11 നമ്മളെടുത്തു. കാരണം ഇനി ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു തീരുമാനമാണ് ആദ്യം എടുത്തത്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിൽ എല്ലാ ആളുകളുടെയും പെയിൻ എന്നുള്ളൊരു റിയലൈസേഷൻ. കാരണം പല പ്രോഗ്രാംസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാംസുകളൊക്കെ ആവശ്യമാണ്. കാരണം എന്താണ്, നമ്മൾ എനർജൈസ്ഡ് ആവണം. തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രോഗ്രാംസുകൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന് ശേഷം അതിൻ്റെ എക്സിക്യൂഷൻ ആര് നടത്തും, അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ, ആര് ചോദിക്കും, എങ്ങനെ ചോദിക്കും, ഏത് ടൂൾ വെച്ച് ചോദിക്കും എന്ന് പറയുന്നത് പല ആളുകളുടെയും പെയിനാണ് എന്ന് മനസ്സിലായി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, 11x കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യ ലെയറുകളിൽ വന്നിരുന്ന 10-14 ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എത്രയാണ് റവന്യൂ. ഈ ചോദിക്കുന്ന സമയത്ത് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കോടിക്കണക്കിന് ടേൺ ഓവർ ചെയ്യുന്ന ബിസിനസ് ഓണറിനോട് ചോദിക്കുകയാണ്, എത്രയാണ് നിങ്ങളുടെ റവന്യൂ, എത്രയാണ് നിങ്ങളുടെ ഗ്രോസ് പ്രോഫിറ്റ്, എത്രയാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ്, എത്രയാണ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ, എത്രയാണ് നിങ്ങൾക്ക് ഫണ്ട് എടുക്കാൻ സാധിക്കുന്നത്. കാരണം എന്തായാലും ഒരു 50 കോടിയും 10 കോടിയും 100 കോടിയും ഒക്കെ ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിന് ഇത് ക്ലാരിറ്റി ഇല്ലാതെ ഡ്രൈവ് ചെയ്യപ്പെടില്ലല്ലോ എന്ന് പറയുന്ന ഒരു റിയലൈസേഷനിലാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിനു മുമ്പ് വരെ ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നില്ല. നമ്മൾ സെയിൽസ് ട്രെയിനിങ് ചെയ്യും, സ്ട്രാറ്റജി മീറ്റിംഗ്സുകൾ എടുക്കും, മോട്ടിവേഷൻസ് എടുക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ കൾച്ചർ ബിൽഡ് ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ആണ് എന്ന് തിരിച്ചറിയുന്ന പോയിന്റിൽ നിന്നാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ ബിസിനസ് ഓണേഴ്സ് വന്നിരിക്കുന്നു 1-to-1, പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നു. ആദ്യത്തെ ആളോട് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒന്നിരുന്നു. കാരണം അവർക്ക് അറിയില്ല എത്രയാണ് എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റ്.